students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 18th lecture on environmental studies. This lecture is based on industry and environment, which is the third module in the subject environmental studies for semester 1 students of BCom. In previous lecture, we were discussing about the topic solid waste management, and in this lecture, we are going to continue with the same topic, that is solid waste management. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് നൗ ടൈപ്സ് ആൻഡ് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എനി ഗാർബേജ്, refuse, sludge from a water treatment plant or air pollution control facility or other discarded material including solid, liquid, semi-solid or contained gaseous material resulting from industrial, commercial, mining and agricultural operations and from community activities but does not include solid or dissolved material in domestic sewage. അതായത് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് it is defined as any garbage, refuse, sludge from a water treatment plant or air pollution control facility and other discarded material. അതായത് ഒരു വാട്ടർ സപ്ലൈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നോ എയർ പൊല്യൂഷൻ കൺട്രോൾ ഫെസിലിറ്റിയിൽ നിന്നോ മറ്റ് ഡിസ്കാർഡ് മെറ്റീരിയലിൽ നിന്നോ ഉള്ള ഗാർബേജോ റെഫ്യൂസോ സ്ലഡ്ജോ ഒക്കെയാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സോളിഡ്, ലിക്വിഡ്, സെമി സോളിഡ് ഓർ കണ്ടെയ്ൻഡ് ഗേഷ്യസ് മെറ്റീരിയൽ. ആൻഡ് ഇതൊക്കെ റിസൾട്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, മൈനിങ് ആൻഡ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ നിന്നൊക്കെയാണ്. ആൻഡ് ഇതിൽ ഡൊമസ്റ്റിക് സീവേജിൽ നിന്നുള്ള സോളിഡ് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് മെറ്റീരിയൽ ഇൻക്ലൂഡഡ് അല്ല. The types of solid wastes are, first one is rubbish. It includes combustible and non-combustible solid wastes, excluding food wastes or putrescible materials. അതായത് റബ്ബിഷ് എന്നതിൽ കമ്പസ്റ്റബിൾ ആൻഡ് നോൺ കമ്പസ്റ്റബിൾ സോളിഡ് വേസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഫുഡ് വേസ്റ്റുകളും പ്യൂട്രസിബിൾ, അതായത് ചീഞ്ഞു പോകുന്ന വേസ്റ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ള മെറ്റീരിയൽസും ഇൻക്ലൂഡഡ് അല്ല. Combustible rubbish includes paper, cardboard, textiles, plastic, rubber, wood, garden trimmings, etc. Combustible rubbishനുള്ള എക്സാമ്പിൾസ് ആണ് പേപ്പർ, കാർഡ്ബോർഡ്, ടെക്സ്റ്റൈൽസ്, പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ്, ഗാർഡൻ ട്രിമ്മിങ്സ് എക്സെട്ര. ദെൻ നോൺ കമ്പസ്റ്റബിൾ റബ്ബിഷിനുള്ള എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, ക്രോക്കറി, ടിൻ ക്യാൻസ്, അലുമിനിയം ക്യാൻസ്, മെറ്റൽസ്, കൺസ്ട്രക്ഷൻ വേസ്റ്റ് എക്സെട്ര. Second one is garbage. It includes putrescible organic waste like the animal, fruit or vegetable residues resulting from the handling, preparation, cooking and eating of foods. So ഗാർബേജിൽ ആനിമൽ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ റെസിഡ്യൂസ് തുടങ്ങിയ വേസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഈ വേസ്റ്റ്സ് പ്യൂട്രസിബിൾ ഓർഗാനിക് വേസ്റ്റുകളാണ്. ആൻഡ് ഈ ഗാർബേജ് റിസൾട്ട് ചെയ്യുന്നത് ഫുഡ്സിൻ്റെ ഹാൻഡ്ലിംഗ്, പ്രിപ്പറേഷൻ, കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് തുടങ്ങിയ പ്രോസസ്സുകളിൽ നിന്നാണ്. ദർ ആർ 4 ജനറൽ കാറ്റഗറീസ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഫസ്റ്റ് വൺ is municipal waste, second one is industrial waste, third one is hazardous waste and fourth one is biomedical waste. Third one is municipal wastes. Wastes which arise from household activities, restaurants, public places, institutions, markets, street sweepings, etc. അതായത് household activities, restaurants, public places, institutions, markets, street sweepings തുടങ്ങിയ സോഴ്സസിൽ നിന്നും അറൈസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് മുനിസിപ്പൽ വേസ്റ്റ്. It include garbage, rubbish, ashes, demolition and construction wastes, ഡെഡ് ആനിമൽസ് എക്സെട്ര ആൻഡ് ഓൾസോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വേസ്റ്റ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഗാർബേജ്, റബ്ബിഷ്, ആഷസ്, ഡെമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ്, ഡെഡ് ആനിമൽസ് ആൻഡ് ഓൾസോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വേസ്റ്റ്. ഫോർത്ത് വൺ ഈസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. വേസ്റ്റ് വിച്ച് അറൈസ് ഫ്രം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ സർട്ടൺ ഇൻഡസ്ട്രീസിൽ നടക്കുന്ന ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ് റബ്ബിഷ്, ആഷസ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ്, സ്പെഷ്യൽ വേസ്റ്റ് ആൻഡ് ടോക്സിക് വേസ്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റിന് എക്സാമ്പിൾസ് ആണ്, അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന വേസ്റ്റുകളാണ് റബ്ബിഷ്, ആഷസ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ്, സ്പെഷ്യൽ വേസ്റ്റ് ആൻഡ് ടോക്സിക് വേസ്റ്റ്. ഫിഫ്ത്ത് വൺ ഈസ് ഹസാഡസ് വേസ്റ്റ്. Any waste or combination of wastes that possesses a substantial danger now or in future to human, plant or animal life and which therefore cannot be handled or disposed of without special precaution. അപ്പോൾ ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഹ്യൂമൻ ബീങ്സിനോ പ്ലാന്റിനോ ആനിമൽ ലൈഫിനോ സബ്സ്റ്റാൻഷ്യൽ ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്ന, സബ്സ്റ്റാൻഷ്യൽ ഡേഞ്ചർ പ്രോസസ്സ് ചെയ്യുന്ന
വേസ്റ്റ്സ് ആണ് ഹസാഡസ് വേസ്റ്റ് ആൻഡ് അത് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ഓഫ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പ്രിക്കോഷൻ നീഡഡ് ആണ്. എ വേസ്റ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ ഹസാഡസ് വേസ്റ്റ് ഇഫ് ഇറ്റ് എക്സിബിറ്റ്സ് എനി ഓഫ് ദ 4 പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ടോക്സിസിറ്റി, റിയാക്ടിവിറ്റി, ഇഗ്നിറ്റബിലിറ്റി ആൻഡ് കൊറോസിവിറ്റി. ഒരു വേസ്റ്റിനെ ഹസാഡസ് വേസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള 4 പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും എക്സിബിറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് 4 പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ടോക്സിസിറ്റി. ടോക്സിസിറ്റി മീൻസ് ആ ഒരു വിഷാംശം. ദെൻ റിയാക്ടിവിറ്റി, അതായത് മെറ്റീരിയൽസ് തമ്മിൽ പ്രതിപ്രവർത്തനം നടത്താനുള്ള ആ ഒരു കഴിവ്. ദെൻ ഇഗ്നിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കത്തി ജ്വലിക്കുവാനായിട്ടുള്ള ആ ഒരു ക്ഷമതയാണ്. ദെൻ കൊറോസിവിറ്റി മീൻസ് ആ ഒരു നശീകരണ പ്രവർത്തനം നടത്താനായിട്ടുള്ള ആ ഒരു ക്ഷമത. അപ്പോൾ ഈ പറഞ്ഞ 4 കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബേസ്ഡ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും 4 പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുവാനായിട്ട് ഒരു വേസ്റ്റിന് കഴിയുന്നെങ്കിൽ ഇറ്റ് ഈസ് ഹസാഡസ്. In addition to this waste products, there are either infectious or radioactive are also classified as hazardous. ഈ വേസ്റ്റ് പ്രോഡക്ട്സ് കൂടാതെ ഇൻഫെക്ഷ്യസ്, അതായത് ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ റേഡിയോ ആക്റ്റീവ് ഈ വേസ്റ്റുകളും ഹസാഡസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഇറ്റ് ഇസ് ജനറേറ്റഡ് ഫ്രം ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്, alleviation of disablement and associated research in hospitals, clinics, laboratories, research centers, veterinary institutions, blood banks, nursing homes and so on. സോ ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിൽ നിന്നാണ്. ആ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനുള്ള എക്സാമ്പിൾസ് ആണ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്, alleviation of disablement and associated research. ആൻഡ് ഈ റിസർച്ച് നടക്കുന്നത് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ലബോറട്ടറീസ്, റിസർച്ച് സെൻറ്റേഴ്സ്, വെറ്ററിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്ലഡ് ബാങ്ക്സ്, നഴ്സിംഗ് ഹോംസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. The balance portion of solid waste management will be discussed in the coming lectures. Thank you.